അല്ല, ഞാനിപ്പോൾ ഇന്നലെ ശ്രദ്ധിച്ചത് ഇപ്പോൾ അവിടെ പഞ്ചായത്ത് നടപടി എടുക്കാൻ പോകുന്നു തടയണ കിട്ടുന്നതിനെ കുറിച്ച്. അപ്പോൾ ഇത്ര നാൾ എന്തായിരുന്നു, ഇത് സംരക്ഷിക്കുകയായിരുന്നോ? അപ്പോൾ CPM-ൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് തെറ്റായ നടപടികൾ കാണിച്ചാലും അത് പൂർണ്ണമായി സംരക്ഷിക്കും. CPM-ൽ നിന്ന് പുറത്തു പോയാൽ അപ്പം നടപടി എടുക്കും പിറ്റേ ദിവസം. ഇതെന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ! ഇതാണോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പാർട്ടി സംരക്ഷണം കൊടുക്കുകയാണ്? നമുക്കറിയാമല്ലോ, ലഹരി മരുന്ന് കടത്തുന്ന ആളുകൾക്ക്, ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ ജയിലിലിരുന്നുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത്. ഷുഹൈബ് കൊലക്കേസിലെ പ്രതി അടക്കമുള്ള ആളുകൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്പോൾ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാൽ, സ്വർണം പൊട്ടിക്കൽ നടത്തിയാൽ, ലഹരി മരുന്ന് നടത്തിയാൽ, ഏത് ഷെയ്ഡി ഏർപ്പാട് പാർട്ടിക്കാർ നടത്തിയാലും അവർക്ക് പൂർണ്ണമായ സംരക്ഷണമാണ്. പാർട്ടി വിട്ട് അവർ പുറത്തു വന്നാൽ അവർക്കെതിരായി നടപടിയെടുക്കും. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഇതെന്ത് നീതിന്യായ വ്യവസ്ഥയാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്? നിങ്ങൾ പറയുന്നതാണോ നീതി? നിങ്ങൾ പറയുന്നതാണോ കുറ്റം? നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് നിയമസഭയിൽ പൊളിറ്റിക്കൽ പേട്രണേജ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത്. എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ നടത്തുന്ന മുഴുവൻ ആളുകൾക്കും CPM-ഉം ഈ ഗവൺമെൻറ് ഈ രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്താ നിലമ്പൂരിൽ സംഭവിച്ചത്? നിങ്ങളുടെ ചോദ്യം, അത് ഭരണകക്ഷിയുടെ MLA ആയിരുന്ന ആൾ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ്. അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ്. അതിൻ്റെ അകത്ത് ഇത്രയും കാലം നടന്നിരുന്ന മുഴുവൻ കാര്യങ്ങളും പറയുകയാണ്. ആ പാർട്ടിയിൽ ഏറ്റവും വിശ്വസ്തനായി മുഖ്യമന്ത്രിയുടെ നടന്ന ആളാണ് അദ്ദേഹം. കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഭരണകക്ഷി MLA കൂടി വന്ന് അത് പറയുന്നതോടുകൂടി ഞങ്ങൾക്കാണ് കൂടുതൽ വിശ്വാസ്യത ഉണ്ടായിരിക്കുന്നത്. അല്ല, അൻവർ പറയുന്ന കാര്യങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല. അൻവർ പറയാണല്ലോ, ഞങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളല്ലേ. അവരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. 2, CPM-ഉം BJP-യുമായി ഒരു അവിഹിതമായ ബാന്ധവമുണ്ട്, ഞങ്ങളാണ് പറഞ്ഞത് ഇല്ലേ. പൂരം കലക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന, പൂരം കലക്കി BJP-യെ ജയിപ്പിക്കാനുള്ളൊരു ഗൂഢാലോചന തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു. ADGP RSS നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. ഒരു ഭരണപക്ഷ MLA തന്നെ ഇങ്ങനെ ഇതെല്ലാ കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം കണക്കാക്കുന്നത്? അല്ല, പ്രതിപക്ഷത്തിന്റെ എന്താ പ്രതിഷേധം ഇല്ലാത്തത്? ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സമരത്തിലാണല്ലോ, ഞങ്ങളെല്ലാം സമരത്തിലാണല്ലോ. കഴിഞ്ഞ 1 മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ചെയ്ത എത്ര സമരമുണ്ട്? ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ചേർന്ന UDF ക്യാമ്പിൽ തീരുമാനമെടുത്തിട്ടുണ്ട്, KPCC തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് ഞങ്ങൾ UDF-ന്റെ പ്രതിഷേധ സംഗമം സെക്രട്ടേറിയറ്റിന് മുമ്പിലുണ്ടായി. KPCC-യുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. കേരളത്തിലെ 1500 മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കേരളത്തിലെ 286 ബ്ലോക്ക് ആസ്ഥാനത്തും ഞങ്ങൾ മാർച്ചും പ്രതിഷേധ പരിപാടികളും നടത്തി. 28-ാം തീയതി തൃശ്ശൂരിൽ മഹാസമ്മേളനം, പൂരം കലക്കിയതിനെതിരായി മുഖ്യമന്ത്രി ഭരണപരാജയത്തിന്റെ പുറത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തി. മഹിളാ കോൺഗ്രസിന്റെ 6 പരിപാടി നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ 18 പരിപാടികൾ നടത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ സമരം ചെയ്യണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ സമരത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് 3 ലാത്തി ചാർജ് ഉണ്ടായി. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന സമരമാണ്. അത് നിങ്ങളെങ്ങനെ അറിയുന്നത്? എങ്ങനെ സർക്കാരിന് നിങ്ങളല്ലല്ലോ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ലല്ലോ, ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് സർക്കാർ? ഞാൻ ചോദിക്കട്ടെ 8 വർഷത്തിനിടയിൽ സർക്കാർ ഇതുപോലെ സർക്കാർ താഴേന്ന് ഇറക്കാനല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങളുടെ ഡിമാൻഡാണ്. അവർക്ക് 99 സീറ്റ് ഉണ്ടല്ലോ. കേരളത്തിൽ ഒരു പ്രതിപക്ഷവും സർക്കാരിനെ ഒന്നും സമരം ചെയ്ത് താഴേന്ന് ഇറക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഈ സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെ, ഞങ്ങൾ നടത്തിയ വിശദീകരണങ്ങളിലൂടെ, ഞങ്ങൾ നടത്തിയ വിചാരണകളിലൂടെ ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്, വിചാരണ ചെയ്യുകയാണ്. ആണോ? അതിനു മുമ്പല്ലേ? അപ്പൊ ഞങ്ങൾ അന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്?
നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അല്ലല്ല, നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത്? അല്ലല്ല നിങ്ങളല്ല. ഞാൻ പറയട്ടെ, നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ പ്രതി നിങ്ങൾ കേൾക്ക്. ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് തന്നെ ഇവർക്കെതിരായി വിചാരണ സദസ്സ് നടത്തി. ഇവർ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി. നവകേരള സദസ്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമരം നടന്നു. ആയിരക്കണക്കിന് ഞങ്ങളുടെ കുട്ടികൾ ജയിലിലായി. ആയിരക്കണക്കിന് കേസുകൾ എടുത്തു ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ. നിരവധി ആളുകൾ ആശുപത്രിയിലായി, തലക്കടിയേറ്റ് ഇതൊക്കെ ചെയ്തു. കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷം ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ, മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങളിരിക്കുന്നത്. ഞങ്ങൾ പാർട്ടി ഇല്ല, ഒന്നുമില്ല. ആകെ പ്രതിപക്ഷത്ത് LDF ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം. എന്താ സമരം? ഏതാ? സോളാർ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. അത് എങ്ങനെയാണ് അവസാനിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാണം കെട്ട് അവസാനിച്ച ഒറ്റ സമരമുള്ളൂ. പ്രതിപക്ഷത്ത് LDF ഇരിക്കും. നിങ്ങൾ LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ എവിടെ കേരളം കത്തിയത്? ഒറ്റ സമരം, ഓർത്തെടുക്കാനുള്ള ഒറ്റ സമരം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരൊറ്റ സമരമുള്ള ഓർമ്മയുള്ള സമരം. അത് വഷളായി സമരം. നാണം കെട്ട് ഞാൻ പറയട്ടെ, ഞാനല്ലേ സംസാരിക്കുന്നത്, താങ്കൾ സംസാരിക്കില്ലേ? പത്രസമ്മേളനം നടത്തുന്നത് ഞാനാണ്. ഞാൻ നടത്തുമ്പോൾ ബൈറ്റ് തന്നെ ഞാനാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിന് ഇത്ര അസ്വസ്ഥനാണ്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ആദ്യം ചോദ്യം ചോദിക്കാൻ അത് ക്ഷമയോടുകൂടി കേൾക്കാനും ആദ്യം ശീലിക്കും. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് മര്യാദ കാണിക്കും, കുറച്ച് മര്യാദ. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ചോദിക്കില്ല? ചോദിക്കോ? മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കും? ഒരു ചോദ്യം ചോദിക്കില്ല. ഒരു ചോദ്യവും മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പോവാറ്. ഈ തോക്കി കയറി വെടിവെക്കില്ലേ? ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സമരവും നടത്തിയിട്ടില്ല കേരളത്തിൽ. ഇപ്പൊ ഈ പ്രതിപക്ഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ UDF, ഞങ്ങൾ 2 പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. 2 പ്രാവശ്യം UDF സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഒരു പ്രാവശ്യം 25,000 പേരെ കൊണ്ടുവന്നിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചത്. നിങ്ങൾ കണ്ടിട്ടില്ല. അൻവറിന്റെ പിന്നിലെ ഉള്ള ആൾക്കൂട്ടം അത് താൽക്കാലികമാണെന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്. അൻവർ പറയുന്നത് UDF-ലെയും LDF-ലെയും ഉൾപ്പെടെ CPM-ന്റെ പാർട്ടി മെമ്പർമാരടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ ഇഷ്ടം പോലെ. എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് എന്തോരു അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ പോയി കാണും. ഒരു ഭരണകക്ഷി MLA സർക്കാരിനെതിരായിട്ട് പറയല്ലേ? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരായി സംസാരിക്കല്ലേ? എല്ലാ പാർട്ടിക്കാരും പോയി കാണും അവിടെ പോകാൻ. അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പോയി കാണും, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ പോയി കാണും, കേൾക്കാൻ വേണ്ടി ആളുകൾ പോയി കാണും, പല രീതിയിൽ ആളുകൾ പോയി കാണും. ഞാനതിനെയൊന്നും തള്ളി പറയുന്നില്ല. അല്ലല്ല, അദ്ദേഹം അവിടുത്തെ MLA കൂടിയാണ്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM വിച്ഛേദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ ഒരു പ്രതിഷേധമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അത് കേൾക്കാൻ ആളുകൾ പോയി. അതിലെന്താ തെറ്റ്? അല്ല, ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ടില്ല. അല്ലല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ 2 ദിവസമായില്ലേ ഉള്ളു. LDF-ലല്ലായിരുന്ന ഇത്രയും ദിവസം? LDF-ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മാറിയത്. മറ്റൊരു ആരോപണം, ഈ പല വിഷയങ്ങളിലും, പല ജനകീയ വിഷയങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷവും തമ്മിൽ ഒരു നെക്സസ് ഉണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അല്ല, അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പ്രതിപക്ഷം ഉമ്മൻചാണ്ടി മുതൽ ഉള്ള മുഴുവൻ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്ത സർക്കാരാണിത്. ഉമ്മൻചാണ്ടിക്കെതിരെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെതിരെ, മുൻ മന്ത്രിമാരായ അനിൽകുമാർ, അടൂർ പ്രകാശ്, MP ആയ ഹൈബിയുടെതിരെ കേസെടുത്തു. എനിക്കെതിരായിട്ട് ഒരു കേസുണ്ടായിരുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി, ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്നിട്ട് എനിക്കെതിരായിട്ട് കേസെടുത്ത്, എന്നിട്ട് അത് ED-ക്ക് കൊടുത്തു കേസെടുക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ തമ്മിൽ സെറ്റിൽമെന്റ് ആണെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ട് കേസെടുക്കും സർക്കാർ. ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് നിരന്തരമായ കേസുകൾ എടുക്കുക, നിരന്തരമായ കേസുകൾ, മനസ്സിലായേ? എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും ഒരു കേസ് എടുത്തോണ്ടിരാൻ പറയാണ് ഞങ്ങളെയൊക്കെ പറ്റി. അങ്ങനെ എടുക്കുന്ന ഒരു സർക്കാരാണ്. ഞങ്ങൾ ആ സർക്കാരിനെതിരായിട്ടും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസിന് പോയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഫോറങ്ങളിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സർക്കാരിനെതിരെ സ്വീകരിക്കുന്നു.
രാഷ്ട്രീയമായ സമരം ചെയ്യുന്നു. അദ്ദേഹം അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അടുത്ത നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ്. അപ്പം സഭയിൽ എങ്ങനെയായിരിക്കും അൻവറിനോടുള്ള ഒരു നിലപാട്? അല്ല, സഭയിൽ ഞങ്ങൾ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചെടുക്കും, നിലപാടെടുക്കും. പി വി അൻവറിന് പിന്നിൽ ഇപ്പോഴും അല്ല, അദ്ദേഹം എന്തായാലും LDFന്റെ ഭാഗമല്ലല്ലോ. ഇപ്പോൾ LDFന്റെ ഭാഗമല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒരു നിലപാടൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് പിന്നിൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ CPM-ൽ നിന്ന് തന്നെ അസ്വസ്ഥരായ ആളുകളുണ്ട് എന്ന് പ്രതിപക്ഷം കരുതുന്നു. ഞാൻ കരുതുന്നത് CPM-ൽ ഇതൊക്കെ പറയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ പറയാൻ ധൈര്യമില്ല. അവരുടെ കൂടി നാവായി അൻവർ മാറിയായിരുന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ നിരീക്ഷണം, വ്യക്തിപരമായ നിരീക്ഷണം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെയാണ് സംസാരിക്കുന്നത്. അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CPM-നും സർക്കാരിനും ബന്ധമുണ്ടെന്ന് ഞങ്ങളല്ലേ ആരോപണം ഉന്നയിച്ച ആദ്യം. സ്വർണ്ണക്കടത്ത് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നു എന്നാണ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. യഥാർത്ഥ പ്രതിപക്ഷം താനാണെന്ന് ഇന്നലെ അൻവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അവകാശവാദമല്ലേ. വേറൊന്നുമല്ല, CPM-ഉം BJP-യും കോൺഗ്രസും എല്ലാവരും വൈകുന്നേരം ആയാൽ ഒറ്റക്കെട്ടാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹം ചിലപ്പോൾ ആ കൂടെ പോയിരുന്ന കാണും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കൊണ്ട് തലചൊറിയാവുന്ന AK ബാലന്റെ പ്രസ്താവന അതൊക്കെ അവരുടെ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കിയ ആളെ കുറിച്ച് പിന്നെ അവർ പറയാതിരിക്കാൻ പറ്റുമോ? ഇത്ര ദിവസം പറഞ്ഞില്ല, 10-25 ദിവസം അവർ പോയി പറഞ്ഞു. ഓരോരുത്തർ പറഞ്ഞതിന് ഞാൻ മറുപടി പറയണതിന്, ഓരോ CPM നേതാക്കന്മാരും പറഞ്ഞതിന്. അല്ല, എനിക്കറിയില്ല. ഇനി ആരുടെയെങ്കിലും അദ്ദേഹം കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, എനിക്കറിയാത്ത. അങ്ങനെ അല്ലെന്നേ, ഞങ്ങളിതൊക്കെ രാഷ്ട്രീയം അല്ലേ ഇത്. ഞങ്ങൾ ഈ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഭരണകക്ഷിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ഗൗരവതരമായി ഞങ്ങൾ നിരീക്ഷിക്കുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഞങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അറിയിക്കാം.